ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല. എനിക്കെന്തോ ഇന്നത്തെ ദിവസം നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. ഞാൻ പറയാം എന്താന്ന്. ആക്ച്വലി എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാൻ ബൈ പ്രൊഫഷൻ ഐ എം എ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ്. കുട്ടികളുടെ പല്ല് ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ നാട്ടിലാണ് ഞാൻ കോളേജൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂരേക്ക് വന്നു. ഇവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്ത്യൻ ഡെൻറ്റിസ്റ്റിന്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു ഡെൻറ്റിസ്ട്രി റിലേറ്റഡ് ഈവൻറ്റിന് പോവാണ് ഇവിടെ സിംഗപ്പൂരിൽ. അത് ഞാൻ സിംഗപ്പൂരിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 3 ഇയേഴ്സ് ആവാൻ പോവാണ്. ആൻഡ് 3 ഇയേഴ്സിൽ എൻ്റെ ആദ്യത്തെ ഈവൻറ്റാണ് ഡെൻറ്റിസ്ട്രി റിലേറ്റഡ്. അതും സിംഗപ്പൂരിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിലാണ് ആ ഇവൻ്റ് ഉള്ളത്. ഇറ്റ്സ് കോൾഡ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ, NUS. കോളേജ് ആസ്പിറൻസിനോ അസ്പയറിങ് ഡോക്ടേഴ്സിനോ അസ്പയറിങ് സ്റ്റുഡൻസിനൊക്കെ അറിയുന്നുണ്ടാവും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട്. ഇറ്റ്സ് വെരി ഫേമസ് ഇൻ സിംഗപ്പൂർ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഫേമസ് വേൾഡ് വൈഡ്. കുറേ പേരുടെ ഒരു വിഷാണ് ഇവിടെ വന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് സിംഗപ്പൂരിലേക്ക് വരണം എന്നൊക്കെ കുറേ പേരുടെ ഡ്രീമാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ NUS പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. സിംഗപ്പൂർ വന്ന തൊട്ട് ഞാൻ ശങ്കരു ആവുന്നതിന് മുമ്പ് ഞാൻ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ NUS അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബിക്കോസ് ഒന്നുമില്ല, ഒരാഗ്രഹം ആ ഒരു യൂണിവേഴ്സിറ്റി ഒന്ന് കണ്ടു നോക്കാൻ. ഇത്രയും വേൾഡ് ഫേമസ് അല്ലേ, അതുകൊണ്ട്. പക്ഷെ ഇതുവരെ അത് നടന്നില്ല, എനിക്കിതുവരെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ 7:30 ആയി രാവിലെ. അപ്പോൾ 9 o'clockനാണ് അവിടെ എത്തേണ്ടത്. ഞാൻ റെഡിയായി, ജസ്റ്റ് ഒരു ചായയും കൂടെ കുടിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അവളും ഞാനും ഒരുമിച്ചാണ് MDS ചെയ്ത മണിപ്പാലിൽ. പക്ഷേ ഷീസ് എ മാക്സിലോഫേഷ്യൽ സർജൻ ആൻഡ് ഐ ഡിഡ് പീഡിയാട്രിക് ഡെൻറ്റിസ്ട്രി. അപ്പം അവൾ ഇവിടെ സിംഗപ്പൂരിലാണുള്ളത്. രാവിലെ ആയതുകൊണ്ട് കേട്ടോ വോയിസ് ഇങ്ങനെ. അപ്പോൾ ഞാൻ അവളെ നിർബന്ധിച്ച് ഞാൻ രജിസ്റ്റർ ചെയ്യിച്ചു, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ രജിസ്റ്റർ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല. അവൾ മലയാളിയല്ല. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, ഐ ഹാവൻ രജിസ്റ്റർ. എന്നിട്ട് ഞാൻ തന്നെ കുത്തിയിരുന്ന് അവൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാൻ, എനിക്ക് ഒറ്റയ്ക്ക് പോകണ്ട. അപ്പോൾ ഷീ വാസ് ഓൾസോ ഗെയിം. ഷീ വാസ് ഓക്കെ വെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വി തോട്ട് വിൽ ഗോ. അപ്പോൾ എനിക്ക് 7:45 ഇവിടുന്ന് ഇറങ്ങണം, എന്നാലേ അവിടെ 9 o'clock ആകുമ്പോൾ എത്തൂ. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുണ്ട്, 11 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ നമ്മൾ വിചാരിച്ചു ബസ്സിലോ MRTയിലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിവേ രാവിലെ കുറച്ച് മോർണിംഗ് വാക്കും ആവുമല്ലോ. ഓക്കെ, അപ്പം ചായ ആദ്യം കുടിക്കട്ടെ, അല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പം എനിക്കറിയില്ല അവിടെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് ഐ എം നോട്ട് ഷുവർ. ബട്ട് ഡെഫിനറ്റ്ലി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. ആൻഡ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും NUS യൂണിവേഴ്സിറ്റി കാണാൻ. എനിക്കും ഭയങ്കര ആഗ്രഹമാണ് കാണാൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. എനിക്ക് ഇന്ന് പോവാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരുന്നു. ബിക്കോസ് രാത്രി ശങ്കരു കുറേ പ്രാവശ്യം എണീറ്റ് കരഞ്ഞു. എനിക്ക് തോന്നുന്നു എന്തോ ഒരു നൈറ്റ് മെയർ ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു അവന്. കുറേ പ്രാവശ്യം എണീറ്റ് നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു. അവൻ സെറ്റിൽ ഡൗണേ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി രാവിലെയും കുറച്ച് ക്രാങ്കി മൂഡാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനൊരു 7 എണീറ്റപ്പോൾ അവൻ ഉറങ്ങുകയാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞു പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ. ഐ ആം വെരി പാഷനേറ്റ് അബൌട്ട് ഡെൻറ്റിസ്ട്രി. ഐ തിങ്ക് എൻ്റെ ഒരു മെച്യൂർഡ് ഏജിൽ മോസ്റ്റ് ഓഫ് മൈ ഇയേഴ്സ് ഞാൻ അറൗണ്ട് 8 to 8 years എടുത്തു ഡെൻറ്റിസ്ട്രി ചെയ്യാൻ. ബോത്ത്
BDS ആൻഡ് MDS. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ഇയേഴ്സ് വർക്ക് ചെയ്തു, ബോത്ത് കമ്പൈൻ ടുഗെദർ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഓൾമോസ്റ്റ് ഒരു ഗുഡ് 10 to 11 ഇയേഴ്സ് വേണമെങ്കിൽ പറയാം ഞാൻ ഡെൻറ്റിസ്ട്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, മാറ്റി വെച്ചു. അതുകൊണ്ട് നമ്മൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. ഓഫ് കോഴ്സ് ഞാനിപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നു, യൂട്യൂബൊക്കെ തുടങ്ങി എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഫ്റ്റർ ഓൾ ഐ എം എ ഡെൻറ്റിസ്റ്റ് ആൻഡ് വൺ ഡേ ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു വർക്ക് എന്നുള്ളൊരു തോട്ട് ഉണ്ട് എൻ്റെ മനസ്സിൽ, ഒരാഗ്രഹം ഉണ്ട് എൻ്റെ മനസ്സിൽ. എനിവേ, ഞാൻ അധികം സംസാരിക്കുന്നില്ല, എനിക്ക് ഒരു 5 മിനിറ്റ്സിൽ ഇറങ്ങണം. അപ്പോൾ ഞാൻ വേഗം ചായ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങാം. ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുന്നതെന്നൊക്കെ. ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിവേ, അപ്പം see you then. Come along with me and I hope you like this video. I really hope I can shoot from there. I'm not sure. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്യും. എനിവേ, see you then. Yeah, I'll take you with me. Okay. അപ്പോൾ ഓൾ സെറ്റ്, ഞാൻ ഇറങ്ങാൻ പോവാണ്. ശങ്കരു എണീക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. സാധാരണ ഞാൻ ഈ സമയത്ത് പുറത്തിറങ്ങാറേ ഇല്ല. ഞാൻ എണീക്കാൻ തന്നെ നല്ല ലേറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഗ്രീനറിയൊക്കെ കാണാൻ. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, ബസ്സിന് വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ എൻ്റെ ഫ്രണ്ട് എന്നെ മീറ്റ് ചെയ്യും, ഒരു സ്റ്റോപ്പിൽ അവൾ മീറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് ഫോർമൽസ് ഒന്നും ഇല്ലായിരുന്നു ഇടാൻ, അതുകൊണ്ട് ഒരു നല്ല ബ്ലാക്ക് ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതും ജീൻസ് ഇടാമെന്ന് വെച്ചു. എൻ്റെ ഫ്രണ്ടും പറഞ്ഞു ജീൻസും ഷർട്ടാണ് ഇടുന്നതെന്ന്. ആദ്യം വിചാരിച്ചു ഫോർമൽസ് ഇല്ലാത്ത കാരണം വല്ല സൽവാറൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ എല്ലാവരും ഫോർമൽസിലായിരിക്കും, അപ്പം ഞാൻ മാത്രമായിരിക്കും ഓഡ് വൺ. അപ്പോൾ ബെറ്റർ ടു വെയർ സംതിങ് ലൈക്ക് ദിസ്. സോറി. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ്. രാവിലെ എണീറ്റ് ജോഗിങ് വാക്കിങ്ങിനൊക്കെ പോവും. അപ്പം ഞാൻ MRTയിലേക്ക് നടക്കാം. കണ്ടില്ല, അമ്മൂമ്മമാരൊക്കെ എക്സസൈസ് ചെയ്യുന്ന കണ്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് ആൾക്കാർ. ഓരോ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ താഴെ ഇങ്ങനെ ജിമ്മൊക്കെ കാണാം നമുക്ക്. നടന്ന് പോകുമ്പോൾ ഇടയിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവും. ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തെങ്കിൽ പോലും ഞാൻ കുറേ ആലോചിച്ചു ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന്. പിന്നീട് ഞാൻ ഓർത്തു അസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഞാനൊരു 8:30 ആകുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു 15 മിനിറ്റ്സ് കൂടെ എടുക്കും അവളെ എത്താൻ വേണ്ടി. ആ സമയം ഞാൻ അവിടെ കാഫറ്റീരിയയിലൊക്കെ കറങ്ങി ഒരു ഹോട്ട് ഡോഗ് കഴിച്ച് ആ ഒരു പ്രൊമൈസസൊക്കെ നടന്ന് കാണുമായിരുന്നു.
Yeah, H is that way. Yes. Yeah. Hi Shruti. Hi. Welcome to my vlog. Thank you. So this is Shruti. We did our MDS together in Manipal. She's an oral and maxillofacial surgeon and also a hair Hair transplant transplant surgeon surgeon. now. Wow. ഈ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ എന്ന് പറയുന്നത് 1905 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ താഴെ തന്നെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇവർക്ക്. എൻജിനീയറിങ്, ഹെൽത്ത് കെയർ, ഫാർമസി, പിന്നെ ലോ, അങ്ങനെ എനിക്ക് തോന്നുന്നു മോർ ദൻ 1000 കോഴ്സസ് ഓഫർ ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ബോത്ത് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ. ഇതാണ് അവരുടെ ക്യാമ്പസ്. എനിക്ക് എല്ലാ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ നമ്മളുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓറൽ ഹെൽത്ത് സയൻസസ് ആയിരുന്നു, NUOHS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മളുടെ ഇവൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നടന്നു പോകുമായിരുന്നു. ഒരു 3 to 4 hours ഇവൻ്റ് ആയിരുന്നു. അപ്പം വലിയൊരു ക്യാമ്പസ് ആയ കാരണം നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. ഇവിടെ ഫീസ് കൊടുത്ത് പഠിക്കാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ കുറേ സ്കോളർഷിപ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. ഇതിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ഡെൻറ്റൽ ചെയറാണ്. 1940s യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഒരു എസ്റ്റീംഡ് കമ്പനിയായ SS വൈറ്റ് മാസ്റ്റർ കമ്പനി മാനുഫാക്ചർ ചെയ്ത ഡെൻറ്റൽ ചെയറാണ്. അത് ഈ NUS ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് 30 years യൂസ് ചെയ്തത്. 1950s to 1980s അവർ യൂസ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓൾഡ് ഡെൻറ്റൽ ചെയർ കാണുന്നത്. What could have gone wrong, they will actually give me the advice from their experiences. So I'm really, really glad. അങ്ങനെ ഇവൻറ്റ് കഴിഞ്ഞു. നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫീൽഡിൽ നമുക്ക് കുറേ കോൺടാക്ട്സിന് ഉണ്ടാക്കാൻ പറ്റി. കുറേ പേര് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റി. അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഇവൻറ്റ്സിന് വരുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. സോ ഹൗ വാസ് ദി ഓപ്പൺ ഹൗസ്? Yeah, it was nice. We should go to these places often so that we know that things are not closed for us in Singapore. There are still options left for us, Yes. right? Even though We are not dying in Singapore yet. even though we have worked hard for more than 8 to 9 years, we still have more to study, right? Yes. More to go. Yeah. So yeah, it was a good experience, right? Yeah. Definitely. And it was like a dream come true, right? Okay. Cut. For me, it was a dream come true to go to NUS. What about for you? Yeah, same I've just here. always heard about NUS, Yeah, but it was amazing. I mean, even I wanted to go to NUS, and the #1 university and all that. I had heard about it, but the number one is Manipal. yeah, #1 is Manipal. Okay then. Bye-bye. Bye. അപ്പോൾ ഞാനും ശ്രുതിയും നമ്മളെ വീട്ടിൽ അടുത്തുള്ള ഒരു മോളിലേക്ക് കയറി. അപ്പോൾ ശങ്കടും രാഹുൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. വീക്കെൻഡ് അല്ലേ. How's your bubble tea? Yeah, it was nice, but I should have put more sugar. You have a good humor sense. Okay, that's all I guess. Nothing else. So I'm buying this for Shangaru. അങ്ങനെ ശ്രുതി അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമായിരുന്നു. രാഹുലും ശങ്കടും ബസ്സിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈവൻ ദോ കുറച്ച് മണിക്കൂറേ ആയിട്ടുള്ളൂ അവനെ കാണാതെ. എന്നാലും കുറേ ദിവസങ്ങളായ പോലെ എനിക്ക് തോന്നി. അവനെ സോപ്പിടാൻ വേണ്ടി ഞാനൊരു ടോയ് വാങ്ങിച്ചു. ഇനി കണ്ടിട്ട് എന്താ റിയാക്ഷൻ എന്നറിയാം. അയ്യോ, ഉറങ്ങിയോ? ഇതപ്പോൾ ഉറങ്ങി. അയ്യോ, ഷൂട്ടില്ലാണ്ട് മറന്നുപോയാ? അങ്ങനെ ഞാൻ എത്തുമ്പോഴത്തേക്ക് ശങ്കട് ഉറങ്ങി. അപ്പോൾ എണീക്കുമ്പോൾ കാണാം. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
അപ്പം ഇന്നൊരു വീക്കെൻഡ് ആയ കാരണം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചു. Janito baca ba. Odi kecam ni. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ സിംഗപ്പൂരിൽ എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഞാനത് വേറെ വ്ളോഗായിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. അൻറ്റിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.